ഇപ്പോൾ മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നു. ശ്രീനാഥ്, രാഹുൽ ഗാന്ധിയുടെ ജോഡോ ന്യായ് യാത്രയ്ക്ക് സമാപനമാണ്. ഒപ്പം രാഷ്ട്രീയമായി ഈ പറയുന്ന മഹാവികാസ് അഘാഡിയിൽ ഇപ്പോൾ നിൽക്കുന്ന സീറ്റ് തർക്കങ്ങൾ കൂടി വിരാമമാകുമോ? ജോഡോ യാത്ര ഏതായാലും ഇന്നിപ്പോൾ വൈകിട്ട് അവസാനിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ മുംബൈയിലേക്ക് അത് പ്രവേശിക്കുകയാണ്. ഇതുവരെ ഇന്ന് രാവിലെ ഥാനയിലായിരുന്നു. ഥാനയിലെ പര്യടനം ഇപ്പോൾ ഉച്ചഭക്ഷണത്തോടെ ഥാനയിലെ പര്യടനമൊക്കെ പൂർത്തിയാവുകയാണ്. ഇനിയിപ്പോൾ മുംബൈയിലേക്ക് പ്രവേശിക്കുന്നു. വൈകിട്ട് അംബേദ്കർ സ്മാരകത്തിലാണ്, ചൈത്യഭൂമിയിൽ വെച്ചാണ് ഇത് അവസാനിക്കുന്നത്. പക്ഷേ നാളെയാണ് യഥാർത്ഥത്തിൽ ഒരു ശക്തിപ്രകടന വേദിയാക്കി ആകെ ഈ പരിപാടിയെ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നാളെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വമ്പൻ റാലി ശിവാജി പാർക്കിൽ നടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ എല്ലാവരെയും അവിടെ എത്തിച്ച് കരുത്ത് തെളിയിക്കാൻ പോകുന്നു. പക്ഷേ അതിൽ ഇടതു പാർട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ആരും പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പാർട്ടി അധ്യക്ഷൻ തന്നെ CPM-നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നതായിരുന്നു KC വേണുഗോപാൽ പറയുന്നത്. വരുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കേണ്ടത് അവരാണെന്നും പറയുന്നു. അതിനൊപ്പം തന്നെ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടന്നിരുന്നു. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് അത് തള്ളുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ജയറാം രമേശ് പറഞ്ഞത് ഹൈക്കമാൻഡ്, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമിതി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി എന്ത് തീരുമാനിക്കുന്നതോ അത് രാഹുൽ ഗാന്ധി നടപ്പാക്കും, അത് ചെയ്യാൻ രാഹുൽ ഗാന്ധി ബാധ്യസ്ഥനാണ്. ഇതേ നിലപാട് തന്നെയാണ് രാഹുൽ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. ഏതായാലും മുന്നണിക്കകത്ത് മഹാരാഷ്ട്രയിൽ സീറ്റ് ചർച്ച ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇന്ന് രാവിലെയും ശരത് പവാറിനെ കണ്ട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേർന്നത്. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. ദിലീപ്, ഈ മഹാരാഷ്ട്രയിലെ തർക്കങ്ങൾ അത് എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത്? പ്രത്യേകിച്ചും അവിടെ ഈ പറയുന്ന രൂപത്തിൽ ഓരോ പാർട്ടികൾ അവരുടേതായ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചൊരു ഘട്ടമുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലായാലും ഒക്കെ പവാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നു. അപ്പോൾ അതെന്ത് സൂചന നൽകുന്നു? വേണു, മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ശിവസേന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. പക്ഷേ ശിവസേന ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് സംസ്ഥാനത്ത് ഭരണത്തിൽ മഹാവികാസ് അഘാഡിയായിരുന്നു. ശിവസേനയും കോൺഗ്രസും NCPയും ഉൾപ്പെട്ട വിശാല സഖ്യമാണ് അവിടെ ഭരണത്തിലുണ്ടായിരുന്നത്. ആ ഭരണത്തിനെ വീഴ്ത്തിക്കൊണ്ടാണ് ശിവസേനയിൽ പിളർപ്പുണ്ടാക്കി, പിന്നാലെ NCPയിൽ പിളർപ്പുണ്ടാക്കി. അങ്ങനെ BJP നേതൃത്വത്തിലുള്ള ഭരണം NCP പോകുന്നതിന് മുമ്പ് തന്നെ, NCP പിളരുന്നതിന് മുമ്പേ ശിവസേനയിലെ പിളർപ്പ് വഴി ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് BJP അവിടെ അവരുടെ മികവ് തെളിയിക്കുകയും ചെയ്തു. ഉപമുഖ്യമന്ത്രിയായി മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വരികയും ചെയ്തു. പിന്നാലെയാണ് NCPയിലും പിളർപ്പുണ്ടാക്കി NCPയിൽ അജിത് പവാർ അടക്കമുള്ളവരെ ആ പക്ഷത്തേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ അവിടെ ഈ BJP സഖ്യം വലിയ ഒരു കരുത്തു തെളിയിക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ഘട്ടമാണ്. എന്നാൽ മറുവശത്താകട്ടെ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് ധാരണ ഇനിയും പൂർത്തിയായിട്ടില്ല. വലിയ റാലികൾ അവർ നടത്തുന്നുണ്ട്, യോഗങ്ങൾ നടത്തുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇനിയും ഇത് സംബന്ധിച്ച് ഈ സീറ്റ് ധാരണ സംബന്ധിച്ച് കാര്യങ്ങൾ ഫലവത്തായിട്ടില്ല. ഏതാണ്ട് 37 സീറ്റുകൾ മാത്രമാണിപ്പോൾ അവിടെ ആ നിലയിലൊരു ധാരണ എന്ന് പറയാൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുതന്നെ ഇനിയും അവിടെ ഏതാനും സീറ്റുകളിൽ ഏതാണ്ട് 8ഓളം സീറ്റുകളെ ചൊല്ലിയാണ് അവിടെ ഇപ്പോൾ തർക്കം നടക്കുന്നത്. ആ തർക്കം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടുമില്ല. മറ്റൊന്ന്, ഈ മഹാരാഷ്ട്രയിൽ മാത്രമല്ല, ഇതേ നിലയിലുള്ള തർക്കം മറ്റു ചില സംസ്ഥാനങ്ങളിലുമുണ്ട്. എന്നാൽ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അവിടെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളത്. അത് അവിടെ മാത്രമല്ല, ഹരിയാന, അതോടൊപ്പം തന്നെ ഗോവ, ഗുജറാത്ത്, ഈ സംസ്ഥാനങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലാകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പഞ്ചാബിൽ അത്തരമൊരു സഖ്യം അവിടെ ഉണ്ടായിട്ടുമില്ല. ഇതാണ് ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ചില സംസ്ഥാനങ്ങളിൽ അവർ ധാരണയായിട്ടുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ ഇനിയും ധാരണയായിട്ടില്ല. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം എന്നത് ആ സ്ഥലങ്ങളിലൊക്കെ, ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് പൊളിഞ്ഞിരിക്കുകയുമാണ്. വേണു, ശരി. വിജയകുമാറും തുടരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. വിജയകുമാർ, ഈ നേരത്തെ വിജയൻ പറയുകയുണ്ടായല്ലോ, ബംഗാൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ബോണസ് സീറ്റുകളുടെ സാധ്യതകൾ BJP തേടുന്നത് എന്ന്. ഇപ്പോൾ ഈ അയോധ്യ രാമക്ഷേത്രം അത് അങ്ങനെ കാര്യമായ ഒരു ഗുണമുണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ഭാഗമായാണ് CAA വീണ്ടും ഈ ചട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിവേഗത്തിൽ നടപ്പാക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ ഉയരുകയുണ്ടായി. അതൊരു ആരോപണം എന്നതിനപ്പുറം എന്തെങ്കിലും യാഥാർത്ഥ്യമാണോ?
വേണു, CAA ചട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കുമെന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള ഒരു പ്രചാരണ വിഷയമായി തന്നെ അവതരിപ്പിക്കാൻ BJPയുടെ നേതൃത്വം തത്വത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ BJPയുടെ ഇന്നർ സർക്കിളുകളിൽ അവരുടെ വാർ റൂമുകളിലൊക്കെ പറയുന്നത് ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷം ചട്ടങ്ങൾ നടപ്പാക്കുന്നത് ഉചിതമായ സമയത്ത് മതി എന്ന് തീരുമാനമെടുത്തത് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ്. ആ ഉചിതമായ സമയം എന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലം തന്നെയായിരുന്നു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് സമയത്ത് ആ ചട്ടങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ച ഒരു ആലോചനയുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മതി എന്ന പ്രധാനമന്ത്രിയുടെ തീരുമാനം. അത് അക്കാര്യത്തിലൊരു കോൾ എടുത്തത് പ്രധാനമന്ത്രിയായിരുന്നു എന്നാണ് BJP കേന്ദ്രങ്ങളിൽ അവരുടെ സർക്കിളുകളിൽ നടക്കുന്ന ചർച്ചയുടെ ഒരു സ്വഭാവമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഉചിതമായ സമയം എന്നത് പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്നത് തന്നെയായിരുന്നു. ചട്ടങ്ങൾ തയ്യാറാക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക എന്നതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. അതുപോലെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കുറെ കൂടി വൈകിക്കണം, തെരഞ്ഞെടുപ്പിന് കുറെ കൂടി അടുത്തു മതി എന്ന ആലോചനയും BJPയിൽ നടന്നിരുന്നു. പക്ഷേ അത് ആ സമയം തീരുമാനിച്ചതിലും രാഷ്ട്രീയമായ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൂടി തീരുമാനമായിരുന്നു പ്രാണപ്രതിഷ്ഠ ജനുവരിയിൽ നടത്തുക എന്നത്. അതും തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് അതുകൂടി ചർച്ചയാക്കാൻ വേണ്ടിയായിരുന്നു. അത് ഉത്തർപ്രദേശിൽ വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്, ഗുണം ചെയ്യുമെന്ന് BJP ഇപ്പോഴും കരുതുന്നുണ്ട്. ഉത്തർപ്രദേശിൽ തന്നെയല്ല, ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ അത് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസങ്ങളിൽ അയോധ്യ രാമക്ഷേത്രം എന്നത് അത് എല്ലാ നേതാക്കളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതൊരു വിഷയമായി തന്നെ വരും. 500 വർഷത്തിന് ശേഷം രാമനെ തിരികെ കൊണ്ടുവന്നു എന്നതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി പരോക്ഷമായി അത് അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് BJP അവരുടെ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാന ഘടകങ്ങൾക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് റാലികളിലെ മുദ്രാവാക്യങ്ങളിൽ ഒന്നായി അത് ഉപയോഗിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റാലികളിൽ പ്രധാനമന്ത്രിക്ക് മുമ്പ് ഈ പ്രസംഗിക്കുന്ന നേതാക്കൾ അത് ഉപയോഗിക്കുക, അത് ഉന്നയിക്കുക. പ്രധാനമന്ത്രി ഇരിക്കുന്ന ഘട്ടത്തിൽ അത് യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നു എന്ന് പറയുക. ആ നിലയിൽ അത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഓർമ്മകൾ ആ മട്ടിൽ ഉയർത്തണമെന്ന് തന്നെയാണ് BJP അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതികളിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും, അതായത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെ തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള ഏറ്റവും നല്ല ആയുധങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് BJP ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും അതുതന്നെയായിരിക്കും ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ സാധ്യതയും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകളും റിപ്പോർട്ടുകളും. വേണം. ശരി, S വിജയകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. R രാധാകൃഷ്ണനുണ്ട് അവിടെ. രാധാകൃഷ്ണൻ, ഉദ്യോഗസ്ഥരൊക്കെ എത്തിയോ? എന്താണ് അവസാനത്തെ അവിടുത്തെ നടപടിക്രമങ്ങൾ? വേണു, ഇവിടുത്തെ അവസാനത്തെ നടപടിക്രമങ്ങൾ എന്നുള്ളത് ഈ വാർത്താ സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കാട്ടി പറയുന്നതാകും കൂടുതൽ ഉചിതമാവുക. ആ വേദി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വേദിയിൽ പ്രധാനപ്പെട്ട 3 കമ്മീഷണർമാർ ഒഴിച്ചുള്ള മറ്റ് എല്ലാവരും ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ അല്പസമയത്തിനകം തന്നെ ആ 3 കമ്മീഷണർമാരും ഇവിടേക്ക്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന വേദിയിൽ നിൽക്കുന്നത് അദ്ദേഹമാണ് ഈ കമ്മീഷന്റെ മുഖ്യ ഡയറക്ടർ ജനറൽ ഓഫ് മീഡിയ ആയി അദ്ദേഹമാണ്. B. നാരായണൻ ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം ഇടുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഈ വാർത്താ സമ്മേളനം എന്നതിനെ സംബന്ധിച്ചും അതിന്റെ ഒരു ക്രമം എന്താണ് എന്നതിനെ സംബന്ധിച്ചും ഉള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കാനായിട്ട് പോവുക. അതിനുശേഷമായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഈ 3 കമ്മീഷണർമാർ ഈ വേദിയിലേക്ക് എത്തുന്നത്. നമുക്ക് ആ വേദി കാണാനായിട്ട് സാധിക്കും. മറ്റ് എല്ലാവരും, ആ വേദിയിലുള്ള മറ്റ് എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇനി കമ്മീഷണർമാർ മാത്രം ഇവിടേക്ക് എത്തിയാൽ മതി. കൃത്യം 3 മണിക്ക് തന്നെ ഈ വാർത്താ സമ്മേളനം ആരംഭിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. ഒരു വിശദമായിട്ടുള്ള വിവരണം, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രീതി എന്നതിനെക്കുറിച്ചും എന്താണ് ഇത്തവണത്തെ പ്രത്യേകതകൾ എന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു വിവരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നിർവഹിക്കും. അതിനുശേഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ അടക്കമുള്ളവയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത്. പേപ്പർലെസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് ഈ ക്രമങ്ങൾ അടക്കമുള്ളവ, മറ്റ്
ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ഒക്കെ അടക്കമുള്ളവ അതിന്റെ PDF കമ്മീഷൻ ഇതിനിടയ്ക്ക് ട്വീറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം എന്ന വിധത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാ മാധ്യമപ്രവർത്തകരോടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് എന്ന് അറിയിക്കുകയും അതിന്റെ ക്രമങ്ങൾ വിവരിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാവുന്നതുപോലെ വലിയ പ്രാധാന്യമുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഏറ്റവും വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ആണ് ഈ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ 24നെ പോലെയൊക്കെയുള്ള മാധ്യമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള അക്ഷീണമായിട്ടുള്ള പരിശ്രമത്തിലാണ്. അതിനുള്ള ഒരു തുടക്കം കൂടിയാണ് ഒരുപക്ഷെ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന്റെ വേദിയിൽ നടക്കുന്നത്. ആ കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ മാധ്യമങ്ങളെ സഹായിക്കുന്നു, മാത്രമല്ല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളോടുള്ള സമീപനം, ആ വാർത്തകൾ ഏതൊക്കെ വിധത്തിൽ നിയന്ത്രിക്കപ്പെടും എന്നതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉള്ള വാർത്താക്കുറിപ്പിന്റെ ഭാഗമായിട്ടുണ്ടാകും. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ഈ പണത്തിന്റെ സ്വാധീനം, പണം എന്ന അതിലുപരി കള്ളപ്പണത്തിന്റെ സ്വാധീനം പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഒന്നാണ്. ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഈ കള്ളപ്പണത്തിന്റെ പിടിമുറുക്കം പല മേഖലകളിലും നമ്മൾ എത്ര തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണാൻ പറ്റുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള കള്ളപ്പണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇത്തവണ കൂടുതൽ വിഭാഗങ്ങളെ ഇറക്കിക്കൊണ്ട് സംയുക്തമായിട്ട് റവന്യൂവിൻ്റെയും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും അടക്കമുള്ള വിഭാഗങ്ങളുടെ കൂടുതൽ സംയുക്ത സംഘങ്ങളെ രംഗത്ത് ഇറക്കി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ കൂടുതൽ എല്ലാ മണ്ഡലങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് പ്രത്യേകം ഫ്ലൈയിങ് സ്ക്വാഡുകൾ എന്ന വിധത്തിലേക്കൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയാണ് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അതിര് കടക്കുക. പലപ്പോഴും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒപ്പം പ്രചരണ രീതി കൊണ്ടും സഭ്യതയുടെയും അല്ലെങ്കിൽ മറ്റെല്ലാ അതിരുകളും കടന്നുകൊണ്ട് ആണ് പല ഘട്ടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം പോകുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് ഉണ്ടാകാതിരിക്കുക, അതിനെ കർശനമായിട്ട് നിയന്ത്രിക്കുക എന്നതാണ് ഇത്തവണത്തെ ഒരു തീരുമാനം. അതിന് അനുബന്ധമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ വിവരിക്കും. ഈ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പെരുമാറ്റച്ചട്ടം എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകും. അതും പാലിക്കപ്പെടുന്ന വിധത്തിൽ നമുക്ക് കമ്മീഷണർമാർ വരാനായിട്ട് ഏതാണ്ട് ആയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് എത്തും. അതോടുകൂടി വാർത്താ സമ്മേളനം തുടങ്ങുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് വരാനായി പോകും.